ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ജൂതന്മാർ കുടിയേറിയിരുന്ന ഒരു സ്ഥലത്തെ കഥയും വിശ്വാസവുമാണ് ഇന്ന് വിസ്മയത്തുമ്പത്തിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. കറുത്തതും വെളുത്തതുമായ ജൂതന്മാർ ഇടതിങ്ങി പാർത്ത നമ്മുടെ കൊച്ചു പട്ടണം. ജനനം എന്നതുപോലെ തന്നെ മരണവും അനിവാര്യമാണല്ലോ. ഇവിടെ ജനനങ്ങളും അതിലേറെ മരണങ്ങളും നടന്നു. നൂറ്റാണ്ടുകൾ പിന്നിട്ടു. ആയിരക്കണക്കിന് കബറിടങ്ങൾ ജൂതത്തെരുവിനടുത്തുണ്ടായി. വീണ്ടും നാളുകൾ ഓടിപ്പോയി. നമ്മൾ ജീവിക്കുന്ന വർത്തമാനകാലത്ത് ഈ ചരിത്രമുറങ്ങുന്ന ജൂതത്തെരുവുകളും ജൂത ഖബറുകളും നാമമാത്രമാകുന്നു. അവിടവിടെ ഉപേക്ഷിച്ചുപോയ ഒരുപാട് ഓർമ്മകളും അവശിഷ്ടങ്ങളായി. അതിലൊന്നായി ഇന്നും നിലകൊള്ളുന്ന കറുത്ത വർഗക്കാരനായ ഒരു ജൂത പുരോഹിതന്റെ കഥയാണിത്. നശിച്ചുപോയ ഒരു സെമിത്തേരിയുടെ കഥ. ഇവിടെ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഖബർസ്ഥാൻ എന്ന് പറയും. 33 ചക്കാമാടത്തും ഖബർസ്ഥാൻ, യൂതന്മാരുടെ തെരുവെന്നാണ് പറയുന്നത്. അന്ന് മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലമാണ് ഇവിടെ. അപ്പോൾ കാലങ്ങൾ പോകുന്തോറും ഇവിടെ പുതുകി വരികയാണ്. അപ്പോൾ രാത്രികളിൽ പല വെട്ടുണ്ടാകും, കുത്തുണ്ടാകും, അടിയുണ്ടാകും, ഭൂതങ്ങൾ, പിശാചി, പല പടയോട്ടങ്ങൾ പലതും ഉണ്ടാവും. അങ്ങനെ മനുഷ്യർ ഒരുപാട് ചത്ത് ഒതുങ്ങി. ഒരു മാർക്കറ്റ്, ഹാർബർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കാണുമ്പോൾ ആ മാർക്കറ്റാണ്. യൂതന്മാരെ ആ കാലത്ത് അന്ന് ഒരുപാടുണ്ടായിരുന്നു. അവർ ഈ ഒരു യൂതപ്പള്ളി മാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം അവർ വിട്ടിട്ട് പോയി. അങ്ങനെ അവർ ഇപ്പം ആകെ ഒരു യൂതപ്പള്ളി മാത്രമേ ഉള്ളൂ. ആയിരക്കണക്കിനുള്ള ജൂതക്കബറുകളുടെ മുകൾ ഭാഗത്തെ കല്ലുകൾ ഇളക്കി മാറ്റി അതിനു മുകളിൽ മുഴുവൻ ഇന്ന് വീടുകൾ വെച്ച് ആളുകൾ താമസിക്കുകയാണ്. ഹീബ്രു ഭാഷയിൽ എഴുതിയ ചരിത്രത്തിന്റെ ഏടുകളായ കല്ലുകൾ ഇന്ന് പലരുടെയും അലക്കുകല്ലുകളായും അടിത്തറ പാകിയ കല്ലുകളുമായി രൂപാന്തരം സംഭവിച്ചിരിക്കുന്നു. ബുദ്ധിപരമായി തന്നെ ആരും അവിടെ കിണറുകൾ കുഴിച്ചിട്ടില്ല. മണ്ണുമാറ്റി അടിയിലേക്ക് ചെല്ലുന്തോറും ജൂതന്മാരുടെ എല്ലിൻ കഷ്ണങ്ങൾ മാത്രമായിരിക്കും എന്ന ഉൾവിളി വീടിന്റെ അടിത്തറകളിൽ ഒതുക്കി. ഈ പ്രദേശം മുഴുവനും കറുത്ത ജൂതന്മാരുടെ ശ്മശാന സ്ഥലമാണ്. അപ്പോൾ പണ്ട് കാലത്ത് വീടില്ലാത്തവർ ഇവിടെ ആകെ ഒരു 3 വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ശ്മശാനത്തിനൊരു കാവൽ പെര പോലെ 3 വീട്ടുകാർ വന്ന് താമസിച്ചു. അപ്പോൾ ഇത് പുറമ്പോക്ക് സ്ഥലമാണ്. എന്നുവെച്ചാൽ ജൂതന്മാരുടെ സ്ഥലം, ഒരു ശ്മശാനം. പിന്നെ ഇവരൊക്കെ ഇവിടുന്ന് പോയല്ല, ഇവിടെ ആരുമില്ല. അപ്പോൾ വീടില്ലാത്ത ആൾക്കാരൊക്കെ ജൂതന്മാരുടെ അടുത്ത് നിന്നിട്ട്, ഈ ജ്യൂസിൻ്റെ അടുത്ത് നിന്നിട്ട് ഞങ്ങൾക്കൊരു വീട് വേണം, അതിനുള്ള സ്ഥലം വേണമെന്ന് പറയുമ്പോൾ അവരൊരു പേപ്പറിൽ എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച് എഴുതി കൊടുക്കും, നിങ്ങൾ അവിടെ വീടിനുള്ള സ്ഥലം അളന്നെടുത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരു വീട് വെക്കാനുള്ള സ്ഥലം കുറ്റി അടിച്ച് താമസിച്ചോളാൻ പറയും. അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് അങ്ങനെ വീട്, ഇപ്പോൾ എൻ്റെ അപ്പച്ചനോട് അങ്ങനെയാണ് വന്നിട്ട് ഇവിടെ വീട് വെച്ചത് ഈ ജൂതൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾ ഇങ്ങനെ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ടെടുത്തിട്ട് വാടക നിലയിൽ ഇവിടെ താമസിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം, അപ്പോൾ ഓരോരുത്തർക്ക് വീടിൻ്റെ ആവശ്യമുള്ള സ്ഥലം അങ്ങനെ എടുത്തു. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ അടച്ച് കെട്ടിയെടുത്ത സ്ഥലങ്ങൾ മറിച്ച് വിറ്റ് ഇത്ര ആൾക്കാർ ഇവിടെ താമസിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇവിടെ കവറുകൾ മിക്കടുത്ത് ഇതേപോലത്തെ കവർ ഉണ്ടായിരുന്നില്ല. ഇത് പുരോഹിതൻ്റെ കവറാണല്ലോ. അല്ലാണ്ട് സാധാരണ ജ്യൂസിൻ്റെ കവറുണ്ട്. അത് ഓരോ വീടുകളിലും എടുത്തവരുടെ പറമ്പുകളുണ്ടായിട്ട് അതൊക്കെ അവർ പൊളിച്ച് കളഞ്ഞ് അതിൻ്റെ ഓരോ കല്ലറകളുടെ ഓരോരുത്തർ അലക്കുകളായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ മുകളിലിടുന്ന ഇതെന്ന് പറഞ്ഞാൽ കല്ലറയായിരുന്നെന്നാ പറയണത്. ഫുള്ളും കല്ലറയായിരുന്നു. ചക്കാമാടം പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ ശവക്കല്ലറയുടെ ഇതായിരുന്നു. അപ്പം അത് പൊളിച്ചിട്ടാണ് ഇപ്പം ഇത് പണിത് വെച്ചത് എല്ലാവരും. പിന്നെ ഇപ്പം ഇതിൻ്റെ പട്ടയങ്ങളൊന്നും കിട്ടൂല എന്നുള്ള ഒരു ഇതൊക്കെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ശവക്കല്ലറ ചെയ്ത് കാരണം. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറേ സമരങ്ങളും ഇതൊക്കെ കഴിഞ്ഞ പിന്നെയാണ് അവർക്കിത് പട്ടയമായിട്ട് പതിച്ച് കിട്ടിയത് തന്നെ. എന്നാലും മിക്ക സ്ഥലത്തും ഇതിൻ്റെതായ ഇതുണ്ട്. ഏറ്റവും കൂടുതൽ ആ ചക്കാമാടൻ ജംഗ്ഷൻ്റെ അവിടെ തന്നെ ഉണ്ട് ഇത്. അവിടെ ഇപ്പോൾ കുറച്ച് ഇതേ ഉള്ളൂ കല്ലറയുള്ളൂ. അതവിടെ അവർ ഇങ്ങനെ സിംതേരി പോലെ തന്നെ കെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തായിട്ട് കല്ലറ ഒന്നുമില്ല, എല്ലാം വീടുകളായിപ്പോയി. ഇത് യഹൂദന്മാരുടെ ഒരു പുരോഹിതനാണ്. പുള്ളി മരിച്ചിട്ട് ഇവിടെ അടക്കം ചെയ്തേക്കിനാണ്.
നാമ്യമുത്ത എന്ന് പറയും. നാമ്യം. അപ്പോൾ ഈ യൂതന്മാർ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. അതിൽ ഏതാണ്ട് ഇപ്പോൾ ഒരു 7 പേരേറ്റം ഇവിടെ ഉള്ളു. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കഥാപാത്രം എന്നുള്ളത് കുയിനി എന്ന് പറഞ്ഞൊരു മാഡമാണുള്ളത്. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഇതൊക്കെ ഇവിടെ നോക്കി നടത്തുന്നത്. അപ്പോൾ ഈ പുരോഹിതൻ്റെ ഇതിലെ കാര്യങ്ങൾക്ക് എല്ലാം വരുമ്പോഴത്തേക്കും ഏതും പുറത്തുനിന്ന് വിദേശികൾ വന്നാലും അവരാണ് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ആ ഹീബ്രു ഭാഷയിലെ അക്ഷരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത്. അങ്ങനെയാണ് അവർ അറിയപ്പെടുന്നത്. പിന്നെ ഇങ്ങനൊരു പുണ്യപ്പെട്ടിരിക്കണം ഇവിടെ. പുണ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ പേരിൽ ഈ വയറുവേദനക്കും പല കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് തീയത്തിച്ചാൽ അതിൻ്റെ ഫലം കിട്ടും എന്നുള്ളതാണ് പൊതുവെയുള്ള ഐതിഹ്യം. പിന്നെ പുറത്തുനിന്നൊക്കെ യൂറോപ്യൻസ് അവരൊക്കെ വരും. പല രാജ്യത്തു നിന്നും പല ആൾക്കാരും വന്ന് അവരൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോകും. ഹീബ്രു ഭാഷ എപ്പോഴും എനിക്ക് വലിയ അറിവൊന്നുമില്ല. ഞാൻ കുറേ നാൾ ഈ ഇവിടെ പണിയെടുത്തിട്ടുണ്ട് അവരുടെ യൂതന്മാരുടെ വീട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ള എന്നുള്ള അറിവും പിന്നെ ഇവിടെ വന്നതിന് ശേഷമുള്ള അറിവും കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. രാത്രികാലങ്ങളിൽ ഗതകാല സ്മരണകൾ എന്ന പോലെ ഇന്നും അദ്ദേഹത്തെ പരിസരവാസികൾ കാണുന്നു. വെള്ള വസ്ത്രങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമല്ലാത്ത രൂപത്തിൽ. ഒരു പ്രാവശ്യം എൻ്റെ മോൻ ഇവിടെ മുള്ളാനായിട്ട് ബാത്റൂമിൽ എന്നിങ്ങനെ മുള്ളാനായിട്ട് എഴുന്നേറ്റപ്പോൾ ഒരു 12:30 മണിയായപ്പോഴത്തേക്ക് അവനിങ്ങനെ ഭയങ്കര ഒരു അസ്വസ്ഥത പോലെ തോന്നി, ഒരു പുക പോലെ തോന്നി, ഭയങ്കര ഒരു മണം പോലെയൊക്കെ തോന്നി. ഈ അത്തറിൻ്റെ ഇതിൻ്റെയൊക്കെ മണമൊക്കെ പോലെ തോന്നിയിട്ട് അവൻ ആദ്യമേ പേടിച്ചിട്ട് അപ്പം തന്നെ കയറി അകത്തേറി വാതിലടച്ചു. പിന്നെ അപ്പം ഞാൻ എപ്പോഴും ഇവനോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പോയി നീ ശ്രദ്ധിച്ചിട്ട് വേണം തിരിച്ച് വരാല്ലേ, പേടി ഉള്ളിലുണ്ടാവുമെന്ന് പറയും. അങ്ങനെ ഇവൻ പിന്നെയും തിരിച്ചിറങ്ങിയിട്ടൊന്ന് നിൽക്കുമ്പോൾ കണ്ട ഇവിടെ നിന്ന് അങ്ങാടേക്കൊരു ഇത് പോണ പോലെയാണ് അവന് തോന്നിയത്. അങ്ങനെ അവൻ പകുതി ഇടവരെ എത്തിയിട്ട് തിരിച്ചു പോന്നു. പിന്നെ അവൻ വന്ന് ഗേറ്റ് അടച്ചിട്ട് പിന്നെയും നിന്നിട്ട് പിന്നെ ഇവന് അങ്ങാട് പോണ പോലെ തോന്നി. അങ്ങനെ പിന്നെ അവൻ അവിടം വരെയും പോയിട്ട് പിന്നെയും തിരിച്ചു വന്നു. അപ്പോഴൊക്കെ ഈ ഭയങ്കര ഒരു അത്തറിൻ്റെ സ്മെല്ലായിരുന്നു ഇവിടെ മുഴുക്കനും. അതങ്ങനെ പല ആൾക്കാരും പറയാറുണ്ട് ഇവിടെ എങ്ങനെ ആ ഒരു അത് ഇടയ്ക്കൊക്കെ മാത്രം, എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഒത്തിയൊക്കെ മാത്രം. അത് വിശദീകരിക്കാനായിട്ടുള്ളത് ഇത് വരുന്നില്ല. അതായത് ചിലപ്പോൾ ഒരു പുക പോലെ, അതല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ അത്തറിൻ്റെ ഒരു സ്മെല്ല്, അത് നമുക്ക് അത്രയും നേരം ഇല്ലാത്ത ഒരു ഇതാണ് പ്രത്യേകമായിട്ട് ആ നേരത്ത് വരുന്നത്. ഇന്നും അർത്ഥങ്ങളില്ലാത്ത മായ പോലെ ഈ പുരോഹിതൻ മനുഷ്യ മനസ്സുകളിൽ അഗാധമായ ഭീതി ഉണർത്തുന്നു. പക്ഷേ ആ പുരോഹിതനിൽ ചില നന്മകൾ ബാക്കിയാണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 10-26 വർഷമായി. ഈ വർഷത്തിന് ഉള്ളിലൊക്കെ ഒത്തിരി പേര്, അതായത് പിള്ളേർക്ക് സുഖമില്ലാണ്ടും പേടിക്കണ ഇതൊക്കെ ആയിട്ട് വരുമ്പോഴൊക്കെ ഇവിടെ വന്നിട്ട് തിരി കത്തിക്കാറുണ്ട്. പലവിധ അസുഖങ്ങളിലും വന്നിട്ട് ഓരോരോ കാര്യങ്ങൾക്കായിട്ട് അവർ നേർച്ച നേരും, അതിനായിട്ട് വന്ന് തിരി കത്തിക്കുക, അതിനുള്ള ഫലങ്ങളൊക്കെ കാണാറുണ്ട്. അടുത്തുള്ള ഒരു പയ്യൻ രാത്രി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു നിഴൽമാരെ രൂപം കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അവർക്ക് കൂടുതലും ഭക്തി ഉണ്ടായി. അപ്പോൾ അവർ വീണ്ടും എല്ലാ ദിവസങ്ങളിലും അവർ മെഴുകുതിരിയുടെ കത്തിക്കാറുണ്ട്. അവൻ്റെ പേര് ജോമോൻ എന്നാണ്. ഇല്ല, അവനവിടെ താമസിക്കുന്നത്. അപ്പോൾ അവൻ പ്രാഥമിക ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഒരു നിഴൽമാരെ കണ്ട് ആ നിഴൽ അവനെന്താണെന്ന് അറിയുമ്പോഴാണ്. അപ്പോൾ അവനാണിത് പറഞ്ഞത്, ഇനി പറഞ്ഞ നിഴൽ. അന്നുപോലെ അവന് കുറച്ചും കൂടെ ഒരു ഭക്തിയാക്കി കഴിയുമ്പോഴത്തേക്കും അവനാണ് ഇപ്പം മെഴുകുതിരിയുടെ വൈകുന്നേരം ആ ദിവസങ്ങളിൽ അവൻ്റെ അമ്മയെ അത് കത്തിക്കുന്നത്. എല്ലാവരും കത്തിക്കാറുണ്ട്. ഈ വളപ്പിലുള്ള മിക്ക വരുമ്പോൾ കത്തിക്കാറുണ്ട്. നമുക്കവിടെ ഇപ്പോഴും വിശ്വാസമുണ്ട് പല ആൾക്കാർ. കാരണം നമ്മൾ അവിടെ യൂതന്മാർ വീട്ടിലൊക്കെ പണിക്ക് പോകുമ്പോഴത്തേക്ക് അവർ പറഞ്ഞിട്ടുണ്ട്, അവർ തന്നെ ചിലപ്പോൾ എൻ്റെ അടുത്ത് മെഴുകുതിരിയാന്ന് വിടും. ഇതിൽ പോകുമ്പോഴത്തേക്കും ഒന്ന് കത്തിച്ചേക്കെന്ന് പറയും. അപ്പോൾ ഞാനവിടെ കത്തിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കത്തിക്കും. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒറ്റക്കൊറ്റയ്ക്ക് ആരെങ്കിലുമൊക്കെ മെഴുകുതിരി കത്തിച്ചിട്ട് അവർ സ്വയം മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോകുന്നവരുണ്ട്. അല്ലാണ്ട് കൂട്ടത്തിലുള്ള പ്രാർത്ഥനയൊന്നും, അത് യൂതന്മാർക്ക് അവരുടെ കൂട്ടത്തിലുള്ള പ്രാർത്ഥനയൊക്കെ ഉള്ളൂ. മെഴുകുതിരി കത്തിച്ചു വെച്ച് അസുഖങ്ങൾ ഭേദമാകാൻ പ്രാർത്ഥിക്കുന്നവർക്ക് ശമനം സുനിശ്ചിതമാണെന്ന് പരിസരവാസികളും അനുഭവസ്ഥരും തുറന്നു പറയുന്നു.
നമ്മളുടെ ആവശ്യങ്ങൾ മനസ്സ് ഇതാക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇപ്പം അടുത്ത വീട്ടിൽ ആ ചേച്ചിക്ക്, റോസ് ചേച്ചിയുടെ വീടില്ല, എന്നിട്ട് അവരവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർക്കൊരു വീട് കിട്ടിയെന്ന് പറഞ്ഞത്. പിന്നീടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്, ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നത് നടക്കുന്നുണ്ട്. ഇവിടല്ലാതെ മറ്റേതെങ്കിലും ഒരു നാട്ടിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവയൊക്കെ കാലത്തിന്റെ അവശേഷിപ്പുകളായി, ചരിത്രത്തിന്റെ ഭാഗങ്ങളായി സംരക്ഷിക്കപ്പെടുമായിരുന്നു എന്ന തോന്നൽ മാനസികമായി ഒരു വേദനയുളവാക്കി. സ്വന്തം സംസ്കാരത്തിന്റെ അവശേഷിപ്പായി ഇന്നും ഈ ഖബറിനു ചുറ്റും വലയം വയ്ക്കുന്ന അരൂപിയായ പുരോഹിതന് ഇനിയുമേറെ ചെയ്തു തീർക്കാനുണ്ടാകും. രോഗശാന്തിയും കുടുംബസമാധാനവും മനസ്സന്തോഷവും അങ്ങനെ മാനവ നന്മയ്ക്കായി പലതും. മനുഷ്യനായി ജനിച്ചവരുടെ ക്രൂരതയും വൈകൃതവും എന്തായാലും മരിച്ചവർക്കുണ്ടാകില്ലെന്നു തന്നെ വിശ്വസിക്കാം. പഴമകളുടെ ഒരു കൂട്ടം ഓർമ്മകൾക്കു മുൻപിൽ, വീണ്ടെടുക്കാനാവാത്ത സംസ്കാരങ്ങൾക്കു മുൻപിൽ നമിച്ചുകൊണ്ട് മടക്കയാത്ര.